ഖുർആനില്ലെങ്കിലും മാലപ്പാട്ട് മതി ഈ സമൂഹത്തിന് എന്ന് വരുത്തുന്നിടത്ത് പ്രമാണങ്ങളിൽ നിന്ന് ഈ സമൂഹം അകന്നുപോയി. ആ ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കുക. ഖുർആനിലെ ആകെ 6000 ചില്ലാനം ആയത്താണ്. അത് 114 സൂറത്തുകളാണ്, നമുക്കറിയാം അല്ലേ? ഈ 114 സൂറത്തുകളിലെ 6000 ചില്ലാനം വരുന്ന 6666 എന്നാണ് നമ്മൾ സാധാരണ പറയല്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അത്രയും ആയത്തുകളിൽ 1000 ചില്ലാനം ആയത്തുകൾ, 1000-ന് പുറമെ ആയത്തുകൾ അല്ലാഹു തആല അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരെ പേരും നാടും ജനനവും ഭാഷയും നാടും ചുറ്റുപാടും കറാമത്തും മുഅ്ജിസത്തും അത് പറയാനായിട്ടാണ് ഖുർആൻ ഉപയോഗപ്പെടുത്തിയത്. അത് മാത്രം പറയാൻ 1000 ചില്ലാനം ആയത്തുകൾ. അതിൽ അല്ലാഹു തആല പേര് വെച്ചതിന് എങ്ങനെയാണ്? നമ്മളെ മൗലിദി കിതാബ് നോക്കിയാലുള്ള അതേമാതിരി. എന്നുവെച്ചാൽ എങ്ങനെയാ മൗലിദി കിതാബ് ഇങ്ങനെയായി? അത് ഖുർആൻ നോക്കിയിട്ടായതാ. എങ്ങനെ? ഒരു മൗലൂദിന്റെ പേര് അതേപോലെ ഖുർആനിലെ പേര്. ഖുർആനിൽ അല്ലാഹു തആല ചില നബിമാരെ പറ്റി മാത്രം, സൂറത്ത് ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബിന്റെ സൂറത്ത്, സൂറത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സൂറത്ത്, സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൂറത്ത്, പ്രത്യേകം അമ്പിയാക്കളെ പേരിൽ ഒരു സൂറത്ത്. ആ സൂറത്ത് മറിച്ചു നോക്കിയാൽ പ്രധാനമായിട്ടും അവരെ ചരിത്രം, അവരെ ഭാഷ, അവരെ സമൂഹം, അവർ നേരിട്ട കാലഘട്ടം, അവർക്കുണ്ടായ പ്രതിസന്ധി, അവരെ സന്തോഷം, അവരെ ദുഃഖം, അവരെ മൗലൂദ് എന്ന് പറയാം നമ്മളെ നാട്ടില്. അതല്ല ആ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം എങ്ങനെ സൂറത്ത് ലുഖ്മാൻ, ഒരു വലിയന്റെ പേരിൽ ഒരു സൂറത്ത്. ഖുർആനിൽ പേര് പറഞ്ഞ ആളുകളാണ് ദുൽഖർനൈനി, ലുഖ്മാൻ പോലത്തെ ആളുകൾ. ലുഖ്മാൻ ഹക്കീം തങ്ങൾ, ദുൽഖർനൈനി തങ്ങൾ. വദുൽഖർനൈനി ലം യുഅറഫ് നബിയ്യ കദാ ലുഖ്മാൻ ഫഹദർ അൻ ജിദാലി. ലുഖ്മാൻ ഹക്കീം തങ്ങൾ, ദുൽഖർനൈനി തങ്ങളൊക്കെ വലിയ വലിയ ഔലിയാക്കളാണ്, അല്ല അമ്പിയാക്കളാണോ എന്നും ചർച്ചയുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ കാണാം ഒരു ബീവി പറ്റി മാത്രം ഒരു അധ്യായം, സൂറത്ത് മറിയം. ആ സൂറത്തിൽ മറിയം ബീവിയും, മറിയം ബീവിന്റെ വല്ലിപ്പ, മറിയം ബീവിന്റെ ഉമ്മ, മറിയം ബീവിന്റെ കുടുംബം, മറിയം ബീവിയുടെ ജനനം, മറിയം ബീവിയുടെ വളർച്ച, മറിയം ബീവിയുടെ മോന്, അതല്ലാത്ത ഒരു ഹർഫ് അതിൽ വേറല്ല. ഇത് നമുക്ക് മൗലൂദ് കിതാബ് മറിച്ച് നോക്കിയാലും ഇങ്ങനെയാണല്ലോ കാണാം അല്ലേ? ബദർ മൗലൂദ്, പിന്നെ ഉഹദ് മൗലൂദ്, പിന്നെ മമ്പറം മൗലൂദ്, പിന്നെ അങ്ങനെ അതിന്റെ ഇടക്ക് ഓരോരോ മൗലൂദുകൾ പ്രത്യേകം. എന്താണ് കണ്ടിട്ടില്ലേ? യാ അല്ലാഹ്, നഫീസത്ത് ബീവിന്റെ മൗലൂദ്, ഫാത്തിമ ബീവിന്റെ മൗലൂദ്. മൗലൂദ് കിതാബ് ഖുർആൻ നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സർവജ്ഞനായ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനെ തുല്യമാണ് മൗലൂദ് കിതാബ് എന്നാണ് ഇപ്പൊ പറഞ്ഞ് സമർപ്പിച്ചത്. എത്ര നുണുണ്ടെന്നറിയോ ആ വാചകത്തില്? ഒന്നാമതായി നിങ്ങൾ ഒരു കാര്യം അറിയാം, സൂറത്ത് ബഖറ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം, ആകെ ആ ബഖറ എന്ന് പറഞ്ഞ പശു 286 ആയത്തുകളാണ് അധ്യായത്തിൽ. ആകെ പശുവിനെ കുറിച്ച് 4-5 ആയത്തായിട്ടുണ്ട്. ഒരു പശുവായിട്ട് ബന്ധപ്പെട്ട പരാമർശം പറയുന്ന 4-5 ആയത്ത് ആലോചിച്ചാൽ ബാക്കി മുഴുവനും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. സൂറത്ത് നഹ്ലിൽ നല്ലൊരു അധ്യായം, ആകെ 2 ആയത്ത് അതിനെ പറ്റി. തേനീച്ച, ഖുർആനിലെ 16-ാം അധ്യായം തേനീച്ച, ആകെ 2 ആയത്തുകൾ. പിന്നെ അങ്കബൂത്ത് 8 കാലി, ആകെ 2 ആയത്തുകൾ, ബാക്കി മുഴുവനും വേറെയാ. സൂറത്ത് മറിയം ഒരു ബീവിന്റെ പേരിലൊരു അധ്യായമുണ്ട്, മനബത്ത് ബീവി എന്ന് പറയാൻ നമ്മൾ കഴിച്ചില്ലേ? അല്ല ഭീമാ ഉമ്മിച്ച എന്ന് പറയാനുകൊണ്ട് നമ്മൾ കഴിച്ചില്ലേ? അതൊക്കെ പറയും. എന്നിട്ട് ഈ കൗമ പറയുന്നത് എന്താ? അതിലുള്ള അതേ തന്നെ മാലപ്പാട്ടിലുള്ളത് ആണോ? ഈമാനുള്ള ഒരാൾ പറയൂ അത് മാലപ്പാട്ടിലുള്ള എന്താണ് നിങ്ങൾക്കറിയില്ലേ? വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും അപ്പൊ പിന്നെ ഔലിയാക്കൾ, അമ്പിയാക്കൾ ജനിച്ച സ്ഥലം, ഭാഷ, കാര്യം ഒന്നുമില്ല. അമ്പിയാക്കൾ ജനിച്ച സ്പോട്ടോ മരിച്ച സ്ഥലം ഒന്നും ഖുർആനിലില്ല. ഒക്കെ നുണയാണ്, പച്ച നുണ. അവർ ജനിച്ച നാടിനെ കുറിച്ച് പരാമർശം ഉണ്ടാകാൻ ചില സ്ഥലങ്ങൾ, എല്ലാവരും ഇല്ല. അതും അവർ ജനിച്ച വീടോ തറവാടോ ഒന്നും പറയണില്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകളുടേത് ബാപ്പമാരുമാരായിട്ടൊരു കണക്ഷൻ ഉണ്ട്. സൂറത്ത് മറിയമില് ആകെ കേട്ടാ എന്താ അറിയും? ഒലിമ്പിലുള്ള കുറെ തങ്ങന്മാരെ കഥ പറയുന്ന ഒരു അധ്യായ സൂറത്ത് മറിയം അല്ല. സൂറത്ത് മറിയം ഒരു ആവർത്തി വായിച്ചോ പറയില്ല. അതല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ആ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്ത് മറിയം നിങ്ങൾ വായിച്ചോളൂ. ഈ വിഷയങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മാത്രമായിട്ട് അതെന്തിനാ പറയുന്നറിയോ? വരെ മൗലൂദിൽ ചിലരെ പറ്റി മാത്രമായിട്ട് നിങ്ങൾക്കറിയാലോ, ഖുത്ബിയ്യത്ത്, മൊയ്തീൻ മാല, അതിൽ ആരെ പറ്റിയേ ഉള്ളൂ? മൊയ്തീൻ ഷേഖിനെ പറ്റിയേ ഉള്ളൂ. അല്ലേ? ഖുർആനതല്ല. ഇതിങ്ങനെ ഈ രൂപത്തിൽ
വിശദീകരിച്ച് ഖുർആൻ നോക്കിയിട്ടാണ് മാലപ്പാട്ടുകൾ ഉണ്ടാക്കിയത് എന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൊ രണ്ട് കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്കറിയാലോ, മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞ മൊയ്തീമാല വ്യാഖ്യാനിച്ച് എഴുതിയപ്പോ മുസ്തഫൽ ഫൈസി പറയാണ്, മൊയ്തീമാല എഴുതിയപ്പോഴാണ് എനിക്ക് ഖുർആൻ ഒരു വ്യാഖ്യാനം എഴുതണമെന്ന് തോന്നിയത്. അപ്പൊ തന്നെ മൊയ്തിയാരെ വാദം പൊളിഞ്ഞ് ഖുർആന് കണക്കാക്കിയ മാല ഉണ്ടാക്കിയെന്ന മുസ്തഫൽ ഫൈസി പറയുന്നതോ മൊയ്തീമാലക്ക് അർത്ഥം എഴുതിയതിനു ശേഷമാണ് എനിക്ക് ഖുർആൻ അർത്ഥം എഴുതണമെന്ന് തോന്നിയത്. ആലോചിച്ച് നേരെ തിരിച്ച് ഇത് മുസ്തഫൽ ഫൈസി മൊയ്തീമാലയുടെ തുടക്കത്ത് പറയുന്നു. പിന്നെ മുസ്തഫൽ ഫൈസി അതിലൊരുപാട് ശിർക്കുകൾ എഴുതിയുണ്ട്. അതിലൊരു കാര്യം അയാൾ പറഞ്ഞെന്തറിയോ, മാല തെറ്റാണെങ്കിൽ മൊയ്തീമാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ്. അല്ലോ, അപ്പൊ ഈ സമൂഹത്തെ എങ്ങോട്ടാ കൊണ്ടുപോണത്? മാലപ്പാട്ടുകളിലേക്കാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, മങ്കൂസിലൊക്കെ ഉള്ള എന്താ, നബീനോട് പ്രാർത്ഥിക്കാണ്, നബീനോട് ദ്വയാണ്, നബീനെ ആരാധിക്കാണ്. വിശുദ്ധ ഖുർആനിൽ നബീനോടുള്ള ദ്വ ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ പ്രവാചകനോടുള്ള ദ്വ ഉണ്ടോ? ഇല്ല. നബീനോട് ഇസ്തിഗ്ഫാർ എടുക്കുന്നുണ്ടോ? ഇല്ല. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ശിർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അവൻ മാലപ്പാട്ടുകളിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹം അപജയം നേരിടാനുള്ള വളരെ പ്രധാനമായ കാര്യം ഈ മൗലൂദും റാത്തീബും അതുപോലെ ഇതെല്ലാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ചത് കൊണ്ടാണ്.